യാത്ര പോകാനല്ല ഞാൻ ഈ വണ്ടിയിൽ കയറിയത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്തിനാണെന്ന്. അതിനാദ്യം ഈ വീഡിയോ ഒന്ന് കാണാം. അടുത്ത കുട്ടി ചെയ്യാനവിടെ ചെയ്യാൻ തുറന്നു കൊടുക്കാൻ ബാഗിലിട്ടോ. നോമ്പുള്ളതല്ല, നോമ്പ് തുറന്നിട്ട് എന്തായാലും സന്തോഷല്ലേ. ആ വീഡിയോയിൽ നമ്മൾ കാണുന്ന ചേട്ടൻ്റെ ഇതാണ് സക്കീർ ഹുസൈൻ അല്ലേ? എന്താണ് ചേട്ടാ ഇന്ന് ആ ഒരു വീഡിയോ ഭയങ്കര വൈറലാണ്, കുറേ പേര് അത് ഷെയർ ചെയ്തു. നിങ്ങൾ എല്ലാ വർഷവും അവസാനം കുട്ടികൾക്ക് ഇതുപോലെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്? എല്ലാ വർഷവും അവസാനത്തെ ദിവസം കുട്ടികൾക്ക് സ്നാക്സ് ആണ് കൊടുക്കാറ്. ഐസ്ക്രീമോ അങ്ങനെയുള്ള മിഠായി അങ്ങനെ മാതിരി കുറച്ച് വിലപിടിപ്പുള്ള മിഠായികൾ അങ്ങനെ കൊടുക്കാറുള്ളത്. ഇന്ന് വണ്ടിയിൽ വരുന്ന ഒരു 80% കുട്ടികൾക്ക് നോമ്പാണ്. അപ്പം എന്നാൽ അവർക്കൊന്ന് നോമ്പ് തുറക്കുമ്പോഴൊരു സർപ്രൈസ് ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തത്. ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. ഇങ്ങനെ എത്ര അധികം പേര് വീഡിയോ കാണുന്നു, ഷെയർ? ഒരിക്കലും പ്രതീക്ഷയില്ല. എൻ്റെ കൂടെ വരുന്ന എൻ്റെ വണ്ടിയിൽ വരുന്ന ഒരു കുട്ടി ഫോണ് ഞാൻ ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കുട്ടീനടുത്ത് ഏൽപ്പിച്ചപ്പോൾ ആ കുട്ടി എടുത്ത വീഡിയോ ആണ്. അവൾ അത് അച്ഛനക്ക് അയച്ചു കൊടുത്ത് അച്ഛൻ മൊത്തം വീഡിയോ ഇതിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തു. ഒരുപാട് ആൾക്കാരായി വിളിക്കുന്നു. അതെന്നില്ല, വളരെ സന്തോഷം. ഇതിങ്ങനെ ഫേമസ് ആകാൻ വേണ്ടി ചെയ്തതല്ല. ഭക്ഷണം കൊടുക്കുന്നത് ഒരിക്കലും ഫേമസ് ആകാൻ വേണ്ടി ചെയ്തതല്ല. കുട്ടികളെ നോമ്പ് തുറക്കട്ടെ, എൻ്റെ കൈ കൊണ്ട് നേരത്തെ നോമ്പ് തുറ, അവരുടെ ഭക്ഷണം എൻ്റെ കൈ കൊണ്ട് ആയിക്കോട്ടെ എന്നും കൂടി സന്തോഷം കൊണ്ട് ചെയ്തതാണ്. കുട്ടികളെ ഇനി 2 മാസം കാണാൻ പറ്റില്ല, അതിൻ്റെ വിഷമമുണ്ടോ? വിഷമമില്ല. നമ്മുടെ അയൽവക്കത്തുള്ള കുട്ടികളാണ്. അത്യാവശ്യം ഒക്കെ എൻ്റെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുട്ടികളാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് അവരിനെ എപ്പോഴും കാണാൻ പറ്റുന്ന എല്ലാ പേരൻസിനായിട്ടൊക്കെ എല്ലാം നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. കുട്ടികളായിട്ടുള്ളൊരു അടുപ്പം എങ്ങനെയാണ് അവരുടെ? ഒക്കെ എന്നെ സക്കീർ ഉപ്പാന്നാ വിളിക്കുക. അതായത് സക്കീർ എന്നുള്ള കൂടെ ചേർത്തിട്ട് ഉപ്പാന്ന് ചേർത്തിട്ട് സക്കീർ ഉപ്പാന്ന്. അപ്പോൾ ഇനി ഇതെല്ലാ കുട്ടികളോട് ഇതുപോലെ തന്നെ നമുക്ക് സ്നേഹത്തോടു കൂടിയൊക്കെ തന്നെ ഇരിക്കാൻ കേട്ടല്ലേ? മനുഷ്യനെല്ലാവരും എല്ലാവരും ഒരുപോലെയാണ്. എൻ്റെ മക്കളെ മാതിരിയാണ്. വണ്ടിയിൽ വരുന്ന എല്ലാ കുട്ടികളും എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണ്. അതുമാതിരി തിരിച്ചും. അതുകൊണ്ടാണ് ഈ ഒരു സർപ്രൈസ് അവരെനിക്ക് തന്നത്. ഹരിയോടൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ രാവിലെ തന്നെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. നമ്മൾ ഈ എക്സാമൊക്കെ കഴിഞ്ഞുള്ള 2 മാസം വെക്കേഷന് എക്സാം എഴുതുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആഗ്രഹമാണോ ഇനിയിപ്പോൾ സ്കൂളിൽ പോകണ്ടല്ലോ, 2 മാസം വെക്കേഷനല്ലോ. പക്ഷേ ഈ വെക്കേഷൻ തുടങ്ങി ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടുപ്പാണ്. ഇനി സ്കൂൾ തുറന്നാൽ മതി, കൂട്ടുകാരെ കണ്ടാൽ മതി, ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിപ്പോവും. അപ്പോൾ അത്തരത്തിൽ ഈ നമുക്ക് വരേണ്ടത് സക്കീർ ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്കാണ്. ഈ ഇങ്ങനത്തെ ആളുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ. നമ്മുടെ ഈ സ്നേഹത്തോടു കൂടി സഹവർത്തിത്വത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോൾ അത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യം. അപ്പോൾ പറയൂ ഗോകുൽ, നമ്മുടെ സക്കീർ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ. സക്കീർ ഏട്ടൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ആ 15 കുട്ടികൾ, ഓട്ടോയിലുള്ള 15 കുട്ടികളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഈ കുട്ടികൾക്ക് സക്കീർ ഏട്ടനോടും സക്കീർ ഏട്ടൻ ഈ കുട്ടികളോടും വല്ലാത്തൊരു സ്നേഹമാണ്. കാരണം അതാണ്, ഭക്ഷണം കൊടുത്തു. സക്കീർ ഏട്ടൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ കിട്ടുന്ന, അവരിങ്ങനെ വാങ്ങിച്ചു തരുന്നു. കാരണം പലപ്പോഴും ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ നൽകാറുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം നൽകും, അല്ലെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഇപ്പോൾ ഇത്തവണ സ്കൂൾ കഴിയുന്ന ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കും. പക്ഷേ ഇത് നോമ്പ് കാലമായതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കുട്ടികൾക്കും ആ ഓട്ടോയിലുള്ള കുട്ടികൾക്കൊക്കെ നോമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ആ സമയത്ത് കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സക്കീർ ഏട്ടൻ ആളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബിരിയാണിയാണ് കുട്ടികൾക്ക് കൊടുത്തത്. അങ്ങനെ പാക്ക് ചെയ്ത് അത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് അതിലൊരു കുട്ടി ഈ വീഡിയോ ചിത്രീകരിക്കുക, അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അത് വലിയ രീതിയിൽ വൈറലായി. നേരെ മറിച്ച് സക്കീർ ഏട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തിരിച്ചൊരു ഗിഫ്റ്റ് ഏട്ടന് കിട്ടുന്നു. കാരണം ഒരു വർഷം അവരെ സ്കൂളിൽ കൊണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ വളരെ ചെറുപ്പകാലത്ത് ഓട്ടോയിലാണ് സ്കൂളിലേക്ക് പോയിരുന്നത്. അപ്പോഴൊക്കെ നമുക്കും ഓട്ടോ ഓടിക്കുന്ന ചേട്ടനോട്, എന്നെ ഓട്ടോയിൽ കൊണ്ടുവരുന്ന സതീശൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്, ആ ചേട്ടനോട് വല്ലാത്ത അടുപ്പുണ്ടായി. സതീശ് ചേട്ടൻ ഇതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഐസ്ക്രീമും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഓട്ടോയിലുള്ള കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്നേഹം നമുക്ക് എല്ലായിടത്തും കാണാറുണ്ട്. സക്കീർ ഏട്ടൻ്റെ ഇതുപോലെ തന്നെ അവസാന ദിവസം കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം നൽകി അങ്ങനെ ഒരു സ്നേഹം കാണിച്ചു. പക്ഷേ കുട്ടികൾ വളരെ അപ്രതീക്ഷിതമായിട്ട് തിരിച്ചിങ്ങനെ, ഇതൊക്കെ ചെറിയ കുട്ടികളാണ്, LP-യിലും UP-യിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികൾക്ക് തങ്ങളെ ഒരു വർഷം കൊണ്ടുപോയ ചേട്ടന്
ഇങ്ങനെ അധികം ഒരു ഗിഫ്റ്റ് നൽകണമെന്നൊക്കെ തോന്നി അദ്ദേഹത്തിന് സന്തോഷമാകാൻ വേണ്ടി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നൽകി എന്ന് പറയുന്ന വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ രണ്ട് പേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഒരു വർഷം കൊണ്ടുപോകുന്ന ഒരു ചേട്ടനോട് വലിയ അടുപ്പം കുട്ടികൾക്ക് ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിക്കുന്നു എന്നുള്ളത് വലിയ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. രാവിലെ തന്നെ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും എനിക്കുണ്ട്. അത് തന്നെയാണ് ഗോകുൽ. എനിക്കും ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. കാരണം സ്നേഹത്തോടെയുള്ള അല്ലെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്തുള്ളൊരു സ്നേഹബന്ധത്തിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ശരി ഗോകുൽ, എന്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ സക്കീർ ഏട്ടൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ, നല്ല സന്തോഷമൊക്കെ നിറഞ്ഞൊരു ജീവിതം തന്നെ അദ്ദേഹത്തിന് മുന്നോട്ടും ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കണം. ഒപ്പം ആ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ എടുത്തു തന്നെ പറയണം അല്ലേ. ഇപ്പോൾ നൽകുന്ന സ്നേഹം, ആ സ്നേഹമൊക്കെ അറിഞ്ഞ് തിരിച്ച് അതേപോലെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ അവർക്കും ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ കഴിയുന്നുണ്ടല്ലോ. അത് തന്നെ വളരെ വലിയൊരു കാര്യം.